ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാ നല്ല പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി കരയറ്റുന്നു. എന്നാൽ നമുക്ക് കഴിഞ്ഞ ചോദ്യത്തിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം. ഒന്നാമത്തെ ചോദ്യം, മെഥൂശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് എത്ര സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു എന്നായിരുന്നു? 300 സംവത്സരമാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഹാനോക്കിൻ്റെ ആയുഷ്കാലം എത്ര എന്നുള്ളതായിരുന്നു? ഹാനോക്കിൻ്റെ ആയുഷ്കാലം 365 സംവത്സരമാണ്. മൂന്നാമത്തെ ചോദ്യം, ആദാമിന് പെൺമക്കൾ ഉണ്ടായിരുന്നോ എന്നായിരുന്നു? ഉണ്ടായിരുന്നു. ഉൽപ്പത്തി 5:4 അതിൻ്റെ റെഫറൻസ്. അടുത്ത ചോദ്യം, അവൻ ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തതിനാൽ കാണാതായി. ആരെ? ഹാനോക്കിനെയാണ് കാണാതായത്. ദൈവത്താൽ എടുക്കപ്പെട്ടവർ ആരെല്ലാം? ഹാനോക്കും ഏലിയാവുമാണ് ദൈവത്താൽ എടുക്കപ്പെട്ടവർ. ദൈവത്തോടു കൂടെ നടന്ന 2 പേർ, നോഹയും ഹാനോക്കുമാണ് ദൈവത്തോടുകൂടെ നടന്നവർ. മെഥൂശലേഹിൻ്റെ ആദ്യജാതൻ ആരെ? മെഥൂശലേഹിൻ്റെ ആദ്യജാതൻ ആരെ? ലാമേക്കാണ് മെഥൂശലേഹിൻ്റെ ആദ്യജാതൻ. മെഥൂശലേഹിന് എത്ര വയസ്സുള്ളപ്പോഴാണ് ലാമേക്കിനെ ജനിപ്പിച്ചത്? 187 വയസ്സുള്ളപ്പോൾ. നോഹയെ ജനിപ്പിച്ച ശേഷം ലാമേക്ക് എത്ര സംവത്സരം ജീവിച്ചിരുന്നു? 595 സംവത്സരം ജീവിച്ചിരുന്നു. ലാമേക്കിൻ്റെ ആയുഷ്കാലം എത്ര? 777. ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന മനുഷ്യൻ ആര്? മെഥൂശലേഹ്. മെഥൂശലേഹിൻ്റെ ആയുഷ്കാലം എത്ര? 969 സംവത്സരം. നോഹയുടെ പിതാവിൻ്റെ പേര് എന്ത്? ലാമേക്കാണ് നോഹയുടെ പിതാവ്. നോഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ആശ്വാസം എന്നാണ് നോഹ എന്ന വാക്കിൻ്റെ അർത്ഥം. നോഹയുടെ പുത്രന്മാർ ആരെല്ലാം? ശേം, ഹാം, യാഫെത്ത്. അടുത്ത ചോദ്യം, എന്നു മുതലാണ് മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞത്? നോഹയുടെ കാലം മുതലാണ് മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞത്. അടുത്ത ചോദ്യം, ആദാമിനേക്കാൾ കൂടുതൽ വർഷം ജീവിച്ചിരുന്ന വ്യക്തികൾ? യാരേദ്, മെഥൂശലേഹ്, നോഹ. ഇവരാണ് ആദാമിനേക്കാൾ കൂടുതൽ വർഷം ജീവിച്ചിരുന്നത്. മനുഷ്യൻ്റെ ആയുഷ്കാലം എത്രയാകുമെന്നാണ് ദൈവം പറഞ്ഞത്? 120 വർഷം. ദൈവപുത്രന്മാരുടെയും മനുഷ്യപുത്രിമാരുടെയും പുത്രന്മാർ ആര്? മല്ലന്മാർ, പുരാതന വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ. യഹോവയുടെ കൃപ ലഭിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ വ്യക്തി നോഹയാണ്. നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്ന ആദ്യ വ്യക്തി ആര്? നോഹയാണ്. ഭൂമിയിൽ ദൈവത്തിൻ്റെ വഴി വഷളാക്കിയവർ ആരെല്ലാം? സകല ജഡവും. ഉൽപ്പത്തി 6:12. നോഹ പെട്ടകം ഉണ്ടാക്കാൻ ഉപയോഗിച്ച മരം അല്ലെങ്കിൽ തടി ഏത്? ഗോഫർ മരം.
നോഹയുടെ പെട്ടകത്തിൻ്റെ നീളം, വീതി, ഉയരം ഇവ എത്ര? 300, 50 മുഴം, 30 മുഴം. നോഹയുടെ പെട്ടകത്തിൻ്റെ അകത്തും പുറത്തും തേച്ചത് എന്ത്? കീൽ ആണ് നോഹയുടെ പെട്ടകത്തിൻ്റെ അകത്തും പുറത്തും തേച്ചത്. പെട്ടകത്തിന് എത്ര വാതിലുകൾ ഉണ്ടായിരുന്നു? പെട്ടകത്തിന് ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോഹയുടെ പെട്ടകത്തിന് എത്ര തട്ടുകൾ ഉണ്ടായിരുന്നു? നോഹയുടെ പെട്ടകത്തിന് 3 തട്ടുകൾ ഉണ്ടായിരുന്നു. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി പെട്ടകത്തിൽ കടന്നത് എത്ര? 7 വീതം. ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി പെട്ടകത്തിൽ കടന്നത് എത്ര? 2 വീതം. എന്നാൽ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായത്? നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായത്? രണ്ടാമത്തെ ചോദ്യം, ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് എത്ര വയസ്സായിരുന്നു? ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് എത്ര വയസ്സായിരുന്നു? അടുത്ത ചോദ്യം, ജലപ്രളയ കാലത്ത് എത്ര ദിവസം ഭൂമിയിൽ മഴ പെയ്തുകൊണ്ടിരുന്നു? ജലപ്രളയ കാലത്ത് എത്ര ദിവസം ഭൂമിയിൽ മഴ പെയ്തുകൊണ്ടിരുന്നു? അടുത്ത ചോദ്യം, ആരൊക്കെയാണ് പെട്ടകത്തിൽ കയറിയത്? ആരൊക്കെയാണ് പെട്ടകത്തിൽ കയറിയത്? അടുത്ത ചോദ്യം, ജലപ്രളയ കാലത്ത് എത്ര ദിവസം ഭൂമിയിൽ വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു? ജലപ്രളയ കാലത്ത് എത്ര ദിവസം ഭൂമിയിൽ വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു? ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നതെപ്പോൾ? ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നത് എപ്പോൾ? അടുത്ത ചോദ്യം, പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത് ആര്? പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത് ആര്? നോഹയുടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നത് എത്ര പേർ? നോഹയുടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നത് എത്ര പേർ? ജലപ്രളയം ഉണ്ടായപ്പോൾ പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം അവയ്ക്ക് മീതെ വെള്ളം എത്ര മുഴം പൊങ്ങി? ജലപ്രളയം ഉണ്ടായപ്പോൾ പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം അവയ്ക്കു മീതെ വെള്ളം എത്ര മുഴം പൊങ്ങി? ദൈവം ആരെയൊക്കെയാണ് ഓർത്തത്? ദൈവം ആരെയൊക്കെയാണ് ഓർത്തത്? നോഹയുടെ പെട്ടകം ഉറച്ച പർവ്വതം ഏത്? നോഹയുടെ പർവ്വതം ഉറച്ച പർവ്വതം ഏത്? ആദ്യമായി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പർവ്വതം ഏത്? ആദ്യമായി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പർവ്വതത്തിൻ്റെ പേര്? ജലപ്രളയാനന്തരം പർവ്വതശിഖരങ്ങൾ കാണായി വന്നതെന്ന്? ജലപ്രളയാനന്തരം പർവ്വതശിഖരങ്ങൾ കാണായി വന്നത് എന്ന്? അടുത്ത ചോദ്യം, നോഹ പെട്ടകത്തിൻ്റെ കിളിവാതിൽ തുറന്നത് എത്ര ദിവസത്തിന് ശേഷമായിരുന്നു? നോഹ പെട്ടകത്തിൻ്റെ കിളിവാതിൽ തുറന്നത് എത്ര ദിവസത്തിന് ശേഷമായിരുന്നു? നോഹ പെട്ടകത്തിൽ നിന്ന് ആദ്യമായി പുറത്തുവിട്ട പക്ഷി ഏത്? നോഹ പെട്ടകത്തിൽ നിന്ന് ആദ്യമായി പുറത്തുവിട്ട പക്ഷി ഏത്?
എഴുത്തില്ലാത്ത പത്രവുമായി വന്ന പക്ഷി. എഴുത്തില്ലാത്ത പത്രവുമായി വന്ന പക്ഷി ഏത്? ബൈബിളിൽ ആദ്യമായി പേര് പറയുന്ന പക്ഷി ഏത്? ബൈബിളിൽ ആദ്യമായി പേര് പറയുന്ന പക്ഷി ഏത്? വെള്ളം കുറഞ്ഞുവോ എന്നറിയേണ്ടതിന് നോഹ പെട്ടകത്തിൽ നിന്ന് വിട്ട പക്ഷികൾ ഏതെല്ലാം? വെള്ളം കുറഞ്ഞുവോ എന്നറിയേണ്ടതിന് നോഹ പെട്ടകത്തിൽ നിന്ന് വിട്ട പക്ഷികൾ ഏതെല്ലാം? ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്നറിയുവാൻ നോഹയുടെ അടുക്കലേക്ക് പ്രാവ് എന്തു കൊണ്ടുവന്നു? ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് അറിയുവാൻ നോഹയുടെ അടുക്കലേക്ക് പ്രാവ് എന്തു കൊണ്ടുവന്നു? പ്രളയാനന്തരം ഭൂമി ഉണങ്ങിയതെന്ന്. പ്രളയാനന്തരം ഭൂമി ഉണങ്ങിയത് എന്ന്. ആരാണ് പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കിയത്? ആരാണ് പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കിയത്? ഭൂമിയിൽ വെള്ളം ഉണങ്ങിയതെപ്പോൾ? ഭൂമിയിൽ വെള്ളം ഉണങ്ങിയത് എപ്പോൾ? അടുത്ത ചോദ്യം. ആദ്യം യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത വ്യക്തി ആര്? ആദ്യം യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത വ്യക്തി ആര്? മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ എങ്ങനെയുള്ളത്? മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ എങ്ങനെയുള്ളത്? ഈ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കയില്ല എന്ന് പറഞ്ഞതാര്? ഈ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കയില്ല എന്ന് പറഞ്ഞതാര്? 25 ചോദ്യമുണ്ട്. ഉത്തരം മെസ്സേജ് ചെയ്യുക. സമ്മാനങ്ങൾ നേടുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. അടുത്തടുത്ത ചോദ്യങ്ങളാണ്. എഴുതാനും മെസ്സേജ് വിടാനും പഠിക്കാനും ഒക്കെ നല്ല എളുപ്പമുണ്ട്. ഓക്കെ, ബൈ.